ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആട്, പശു, അതുപോലെ പോത്തുകുട്ടന്മാർ, മൂരിക്കുട്ടന്മാർ, ഏത് മൃഗങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു തീറ്റ ശീലമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പുഷ്ടിയോടെ നിൽക്കാൻ കഴിയുന്ന ഒരു തീറ്റയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചിലരൊക്കെ ഇത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പിണ്ണാക്ക് ഐറ്റംസ്, തവിട് എല്ലാം കൊടുക്കും. ചിലർ കഞ്ഞി വെച്ച് കൊടുക്കാറുണ്ട്. ചില ആടുകൾക്കൊക്കെ കഞ്ഞി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലൂസ് മോഷനായി പോകും, ദഹനക്കേട് വരും, ചോറ് കൊടുക്കാൻ തീരെ പറ്റുന്നില്ല ചില ആടുകൾക്ക്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ റേഷനരി ഉണ്ടല്ലോ, റേഷനരി നമ്മുടെ സുന്ദരിയൊക്കെയുള്ള സമയത്ത് കഞ്ഞി വെച്ചിട്ട് ഓരോ അളവ് വെച്ചിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ആടുകൾക്ക് അളവിൽ കൂടുതൽ കൊടുക്കരുത്. അത് ഏത് മൃഗത്തിനാണെങ്കിലും ദഹനക്കേടും വയറിളക്കം വരും. അപ്പോൾ ആടുകൾ തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരളവിൽ, നിശ്ചിത അളവിൽ വെച്ചിട്ട് നിങ്ങൾ ആദ്യം ചെറുതായിട്ട്, നിങ്ങൾ തവിടൊക്കെ വേവിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് വേവിക്കുക. എന്തെന്ന് വെച്ചാൽ, റേഷനരിയുടെ കൂടെ നിങ്ങൾക്ക് പുഴുക്കല്ലരി, പച്ചരി, അതുപോലെ ഗോതമ്പ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ പൊന്നൂനെ വാങ്ങിച്ച അവിടെ നിൽക്കുന്ന ആടുകളെല്ലാം നല്ല പുഷ്ടിയോടെ നിൽക്കുന്നു. അപ്പോൾ അവർക്ക് മില്ലിലാണ് ജോലി ഇട്ടത്. അപ്പോൾ അവർ മില്ലിൽ നിന്ന്, അവരെ മില്ല് തന്നെയാണല്ലോ, ഇതുപോലെ റേഷനരി പൊടിച്ചിട്ട് കൊണ്ടുവരും. അപ്പോൾ അതും തവിടും കൂടെ നല്ലപോലെ വേവിക്കും. അത് നമ്മൾ പുട്ടിനൊക്കെ പൊടിക്കും പോലെ പൊടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് കൂടുതലൊന്നുമില്ല, ഒരു 10 രൂപയല്ലേ ഉള്ളൂ നമ്മൾക്ക് അരി പൊടിപ്പിക്കാനായിട്ട് വരുന്നുള്ളൂ. പിന്നെ റേഷനരി കിട്ടാത്ത വീടുകൾ ഉണ്ടാവില്ല, ചിലരൊന്നും അത് വാങ്ങിക്കാറ് തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ അത് ശീലമാക്കി തുടങ്ങിയിട്ടുണ്ട്. ചോറ് ഇവർക്ക് തീരെ പറ്റുന്നില്ല. നമ്മുടെ ആദ്യത്തെ ആടുകൾക്ക് ഞാൻ ശീലിപ്പിച്ചിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൂസ് മോഷൻ ആവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ പൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തവിട് വേവിക്കുമ്പോൾ നല്ലപോലെ വേവിക്കണം. ഇത് ആദ്യം കുറഞ്ഞ അളവിൽ എടുക്കാവൂ, കൂടുതൽ എടുക്കുകയേ ചെയ്യരുത്, ദഹനക്കേട് വരും. നിങ്ങളൊരു നിശ്ചിത അളവിൽ ആദ്യം സ്വല്പം തവിട് വേവിക്കുമ്പോൾ ഇടുക, എന്നിട്ട് കുറച്ചുകൂടെ ഇടുക. എത്ര ആടുണ്ടെന്ന് വെച്ചാൽ അതിനളവ് നമ്മുടെ ഒരു കയ്യിൽ കൊള്ളാവുന്ന ഒരു പിടി, അതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ 2 ടീസ്പൂൺ എന്ന രീതിക്ക് ഒരാടിന് 2 ആടിന് ആ ഒരളവിൽ നിങ്ങൾ എടുത്തിട്ട് ശീലമാക്കിയിട്ട് പിന്നെ നിങ്ങൾ ഒരളവിൽ തന്നെ നിശ്ചയിച്ചിട്ട് ആ ഒരളവ് എല്ലാ ദിവസവും കൊടുക്കാം. അത് നമ്മൾ ശീലിപ്പിക്കണം. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് തന്നെ എടുത്തിട്ട് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ആടുകൾക്ക് ലൂസ് മോഷനാവും, ദഹനക്കേട് വരും. അപ്പോൾ ആടുകൾക്ക് പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുത്തില്ലെങ്കിൽ അവർ പറ്റങ്ങ് കിടന്നു പോവുകയും ചെയ്യും, ആടുകൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മൂരിക്കുട്ടന്മാർക്കും പോത്തുകുട്ടന്മാർക്കും എല്ലാം ചെയ്യും കേട്ടോ. നമ്മളിവിടെ ചെയ്യുന്നത് രാവിലെ മാത്രം കടലപ്പിണ്ണാക്ക് ഒരു സ്വല്പം ചേർക്കും. അല്ലാത്ത സമയത്ത് ചോളത്തോടും കൊപ്ര, തേങ്ങാപ്പിണ്ണാക്കുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവർക്ക് കഞ്ഞി പറ്റുന്നില്ല. അപ്പോൾ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ലൂസ് മോഷനാവും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അളവ് കുറച്ചേ കൊടുക്കാവൂ. ഒരുപാടങ്ങ് തടിയൊക്കെ ഇട്ടെന്ന് വിചാരിച്ച് ഒരുപാടങ്ങ് കൂട്ടി കൊടുക്കരുത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത് ശീലമാക്കി എടുക്കാം. എന്ന് വെച്ചാൽ ചില ആടുകളൊക്കെ തീരെ എല്ലും തൊലിയായിട്ട് നിൽക്കുന്നത് കാണാം. നമ്മൾ ഒരുപാട് വൈറ്റമിൻസ് വാങ്ങിച്ച് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു നിശ്ചിത അളവിൽ അവർക്ക് തീറ്റ കൊടുക്കുക. പിന്നെ പുല്ലുവർഗ്ഗങ്ങളും ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുക. വെള്ളം നല്ലപോലെ കൊടുക്കട്ടെ. നമ്മളിവിടെ കൈത്തീറ്റ ആയിട്ടല്ല കൊടുക്കുന്നത്, തവിടും ഈ റേഷനരി പൊടിച്ചതും കൂടെ. അതിന് നമ്മുടെ ഇവിടെ കമ്പെന്നാണ് അവർ പറയുന്നത് കേട്ടോ, കമ്പം കുടി എന്നാണ് പറയുന്നത്. അപ്പോൾ റേഷനരി പൊടിച്ചതും കൂടെ നല്ലപോലെ വേവിച്ച, പച്ചക്ക് കൊടുക്കരുത് ഒരിക്കലും. തവിട് പച്ചക്ക് കലക്കി കൊടുക്കും പോലെ അരി പൊടിച്ചത് കലക്കി കൊടുക്കരുത്, ദഹനക്കേട് വരും. അപ്പോൾ നല്ലോണം കുട്ടികൾക്ക് കുറുക്ക് വേവിക്കും പോലെയാണ്, കുറുകി വരും. അപ്പോൾ അവർക്കത് ടേസ്റ്റും ഇഷ്ടപ്പെടും. നല്ലോണം വെള്ളത്തിനൊരു കുറുക്കം തന്നെ ഉണ്ടാവും. അപ്പോൾ അവർ കുടിച്ചോളും. അപ്പോൾ തവിടാവുമ്പോൾ തവിടിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ ഇതിൽ ചേരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ തവിട് വേവിക്കുമ്പോൾ നല്ലപോലെ ഒന്ന്, അത് ഒരുപാട് ആടിന് വേണമെന്ന് വിചാരിച്ച് ഒരുപാട് വെള്ളം എടുക്കുകയൊന്നും വേണ്ട. ഇത് വേവാനുള്ള ഒരു വെള്ളം മാത്രം വേവിക്കുക. പിന്നെ നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ അതിൽ മിക്സാക്കിയിട്ട് വേവിച്ചതിന് ശേഷം കലക്കി വെച്ചിട്ട് അങ്ങനെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ശീലിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്